അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളും വെല്ലുവിളികളും എന്നതാണ്. പുതിയ കാലത്ത് വാർത്താമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് പ്രസ്തുത വിഷയം. വരും കാലത്ത് വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളാണ് AI. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ വലിയൊരു വിഭാഗം പേരും ആശങ്കയോടെ കാണുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കണ്ടും കേട്ടും തിരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, മനുഷ്യന്റെ ബുദ്ധി ആവശ്യമുണ്ടെന്ന് കരുതുന്ന എല്ലാ മേഖലകളിലേക്കും നിർമ്മിത ബുദ്ധി ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടും AI ഉപയോഗം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഭാരിച്ച സാങ്കേതിക വിദ്യയാണെന്ന് വിശ്വസിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ മിക്കവാറും എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിരിക്കുന്നു. മറ്റേതൊരു സാങ്കേതിക വിദ്യയും പോലെ AIക്കും നിരവധി സാധ്യതകളും വെല്ലുവിളികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ AI എപ്പോഴെങ്കിലും ധാർമ്മികമാകുമോ ഇല്ലയോ എന്നതാണ് മനുഷ്യരാശിയും ശാസ്ത്രലോകവും ഉത്തരം കണ്ടുപിടിക്കാൻ പാടുപെടുന്ന വിഷയം. വൈകാതെ മനുഷ്യന്റെ സവിശേഷ സിദ്ധിയായി കരുതപ്പെടുന്ന ചിന്തയടക്കമുള്ള കാര്യങ്ങൾ യന്ത്രങ്ങൾ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ചെസ് താരത്തെയും പോക്കിമോൻ ഗോ കളിക്കാരെയും തോൽപ്പിച്ച നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യന്റെ ബുദ്ധിയെ കവച്ചു വെക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കില്ലേ എന്ന ചോദ്യം സജീവമായി ഉയരുന്നുണ്ട്. സ്വയം വിനാശകരമായേക്കാവുന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ നിർമ്മിത ബുദ്ധി താരതമ്യം ചെയ്യപ്പെടുന്നത് ആണവായുധങ്ങളുമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ AI എപ്പോഴെങ്കിലും ധാർമ്മികമാകുമോ ഇല്ലയോ എന്നതാണ് മനുഷ്യരാശിയും ശാസ്ത്രലോകവും ഒരുപോലെ കണ്ടുപിടിക്കാൻ പാടുപെടുന്ന വിഷയം. കണ്ടെത്തിയ അന്നു മുതൽ തന്നെ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള പരീക്ഷണം വരെ വലിയ ചർച്ചകൾക്കിടയായിട്ടുണ്ട്. സമാനമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മുൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫീൽഡ് പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധിയുമായി സംബന്ധിച്ചുള്ള അജ്ഞാതമായ അറിവുകളെല്ലാം ആശങ്ക കൂട്ടുന്നതാണ്. ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥികൾ, ബിസിനസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അടുത്തിടെ നിർമ്മിത ബുദ്ധിയുമായി സംബന്ധിച്ച് ഒരു സംവാദം നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി മാനുഷിക ശേഷിക്ക് ബദലായിരിക്കുമോ എന്നതായിരുന്നു അവരുടെ വിഷയം. ചർച്ചയെക്കാളും ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ആ പ്രതിനിധി നൽകിയ ഉത്തരങ്ങളുമാണ് ഏറെ ശ്രദ്ധേയമായത്. വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടായിരുന്നു ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥികൾ സംവാദം നടത്തിയത്. നിർമ്മിത ബുദ്ധി ഒരിക്കലും മാനുഷിക ശേഷിക്ക് ബദലായിരിക്കില്ലെന്ന് സംവാദത്തിനിടെ AI പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്ത ആ പ്രതിനിധി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊരു ഉപകരണമാണ്. ഏതൊരു ഉപകരണത്തെയും പോലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. നല്ല AI ഒന്നൊന്നില്ല, നല്ലതും ചീത്തയുമായ മനുഷ്യർ മാത്രമേ ഉള്ളൂ. സംവാദത്തിൽ പങ്കെടുത്ത AIയുടെ വികാസത്തിന് NVIDIAയുടെ മെഗാട്രോൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയും മനുഷ്യർക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ട് നേടാൻ കഴിയുന്ന ഡിജിറ്റൽ ഉള്ളടക്കം നൽകുകയും ചെയ്തു. ഈ ഡാറ്റയിൽ വിക്കിപീഡിയയിലെ മുഴുവൻ ഉള്ളടക്കവും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ദശലക്ഷക്കണക്കിന് വാർത്താലേഖനങ്ങളും മറ്റും ഉൾപ്പെടുന്നു. AIയുടെ സാധ്യതകളും വെല്ലുവിളികളും നിരവധിയാണ്. അത് നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയല്ല, അതുപയോഗിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയാണ് ഈ AI പ്രവർത്തിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.